ബ്രഹ്മോസ് കൊച്ചിയിലേക്ക് വന്നാലോ? ബ്രഹ്മോസ് എന്തിനാ കൊച്ചിയിലിടുന്നത്? കൊച്ചിയിലിടുകയല്ല, ഇടുന്നത് പാകിസ്ഥാനിൽ. ശിവദാനപിള്ള പറഞ്ഞ പോലെ പാകിസ്ഥാന് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ളതാണ് ബ്രഹ്മോസ്. പിന്നെ കൊച്ചി എന്ന് പറഞ്ഞ് കൊച്ചി എത്ര മോശ സ്ഥലമാണോ? കൊച്ചി കേരളത്തിന്റെ സെൻട്രലാണ്. ഹൈക്കോടതി ഇവിടെയുണ്ട്. കൊച്ചി തലസ്ഥാനമാക്കണമെന്ന് വരെ വാദം ഉണ്ടായിരുന്നു കേരളം രൂപീകരിക്കുമ്പോൾ. വ്യാവസായിക തലസ്ഥാനം അല്ല, കേരളം രൂപീകരിക്കുമ്പോൾ കൊച്ചി തലസ്ഥാനമാക്കണമെന്നൊരു വാദം ഉണ്ടായിരുന്നു. സെൻട്രൽ ആയതുകൊണ്ട് തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ചേർന്ന് ഒരു സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ കൊച്ചി ആവണം തലസ്ഥാനം. കാരണം എല്ലായിടത്തേക്കും പോകാനുള്ള തുല്യ ദൂരം. അങ്ങനെ വന്ന് തർക്കങ്ങളൊക്കെ വന്നപ്പോഴാണ് തലസ്ഥാനം തിരുവനന്തപുരത്തും കൊച്ചിയിൽ ഹൈക്കോടതിയും എന്നുള്ള തീരുമാനം വന്നത്. ഇപ്പോൾ തിരുവനന്തപുരംകാർ ആവശ്യപ്പെടുന്നുണ്ട് തിരുവനന്തപുരത്ത് ഒരു ഹൈക്കോടതി ബെഞ്ച് വേണമെന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ കൊച്ചി അങ്ങ് ഈ പറഞ്ഞ പോലെ സിനു പറഞ്ഞത് വ്യാവസായിക തലസ്ഥാന കേന്ദ്രമായി വികസിച്ചു. കേരളത്തിൻ്റെ ഒരു സമ്പദ്ഘടന, കേരളത്തിൻ്റെ മുംബൈയാണ് വേണേൽ കൊച്ചി എന്ന് പറയാം, അല്ലേ? അതെ, കൊച്ചി നാളെ കേരളത്തിൻ്റെ മഹാരാഷ്ട്രയുടെ മുംബൈ എന്ന് പറയുന്നത് പോലെ കേരളത്തിൻ്റെ മുംബൈ പോലെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം പദ്ധതികളാണ്! നാവികത്താവളം, അല്ലേ? അതെ. പിന്നെ കപ്പൽ നിർമ്മാണശാല, DP വേൾഡ്, ദുബായ് വേൾഡിൻ്റെ കണ്ടെയ്നർ തുറമുഖം, പിന്നെ LNG ടെർമിനൽ, കൊച്ചിൻ റിഫൈനറി, പിന്നെ പറഞ്ഞാൽ NAD നേവൽ ആംസ് ഡിപ്പോ, സൈന്യത്തിൻ്റെ ആയുധ സംഭരണ കേന്ദ്രം, സതേൺ നേവൽ കമാൻഡ്, പിന്നെ എന്താണ്, പിന്നെ ISRO ഉണ്ട് കൊച്ചിയിൽ. ISROയുടെ ഒരു യൂണിറ്റ് ഉണ്ട്. അങ്ങനെ കൊച്ചി ഒരു വലിയ തന്ത്രപ്രധാനമായ കേന്ദ്രമാണ്. രാജ്യത്തിൻ്റെ ശത്രുക്കളുടെ പ്രധാനപ്പെട്ട ടാർഗറ്റുകൾ. സ്മാർട്ട് സിറ്റി കൃഷി ഞാനൊന്നും പറയുന്നില്ല. അപ്പം വളരെ തന്ത്രപ്രധാനമായ കേന്ദ്രമാണ്. അപ്പം നാളെ ഒരിക്കൽ ഒരാക്രമണം ഉണ്ടായാൽ കൊച്ചി ടാർഗറ്റാണ്. പണ്ടും പഴയ യുദ്ധത്തിലും കൊച്ചിയിൽ ബോംബ് വീണിട്ടുണ്ട്. പൊട്ടിയില്ല. വല്ലാർപാടത്താണെന്ന് പറയുന്നു. ഫോട്ടോ ഇപ്പോഴത്തെ ഐലൻഡിന്റെ ഭാഗത്ത്, വെല്ലിംഗ്ടൺ ഐലൻഡിന്റെ അവിടെയാണെന്ന് പറയുന്നു. തർക്കമുണ്ട്, രണ്ട് വേർഷൻ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും വീണിട്ടുണ്ട്. അപ്പോൾ ഏതായാലും കൊച്ചി ഇനിയിപ്പം ഈ മാത്രമല്ല, നമ്മുടെ ഈ കോസ്റ്റൽ ഏരിയ കേന്ദ്രീകരിച്ച് മറ്റ് കടലിൽ നിന്നുള്ള ആക്രമണങ്ങൾക്കൊക്കെയുള്ള ഒരു വലിയ സാധ്യത കൊച്ചിയിലുമുണ്ട്. അപ്പോൾ കൊച്ചിയിൽ വളരെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ സൈനിക സാന്നിധ്യം കൊച്ചിയിൽ ഇനി വരും കാലത്ത് കൂടാൻ പോവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് വാർത്ത വരുന്നത്, നമ്മുടെ തിരുവനന്തപുരത്തെ അഭിമാന പ്രൊജക്റ്റാണ് ചാക്കയിലിരിക്കുന്ന ബ്രഹ്മോസ് എയ്റോസ്പേസ് ലിമിറ്റഡ്. ഇടക്കാലത്ത് അത് കേന്ദ്ര സർക്കാർ അതിന് ഫണ്ട് ഒന്ന് അലോട്ട് ചെയ്ത് അത് പൂട്ടാനൊക്കെ ആലോചിച്ചിരുന്നു. പിന്നീട് അത് ഇപ്പോൾ വീണ്ടും അത് പുനരുജ്ജീവിപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ ആയിട്ട് കേന്ദ്ര സർക്കാർ പോകുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട തടസ്സം സ്ഥലം പോരാ. ഈ പറയുന്ന പോലെ ബ്രഹ്മോസിൻ്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രം എന്ന നിലയിൽ വികസിപ്പിക്കാനുള്ള ലാൻഡില്ല. കൂടുതൽ ലാൻഡ് വേണം. ഇതാണ് കേന്ദ്രം സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ F-35 വിമാനം പൊങ്ങാത്തതിനെക്കുറിച്ച്, എന്താണ് പൊങ്ങാത്തതെന്ന് ചോദിച്ചാൽ ഒരുപാട് പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളും ഈ F-35 ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുമ്പോൾ അത് സത്യത്തിൽ ആവശ്യമാണ്. കാരണം പണ്ട് നമ്മൾ സ്പേസ് ക്ലബിലേക്ക് പോകുമ്പോൾ ആഢ്യന്മാരിരിക്കുന്ന വലിയ സമ്പന്ന രാജ്യങ്ങളിരിക്കുന്ന സ്പേസ് ക്ലബിലേക്ക്, എലീറ്റ് സ്പേസ് ക്ലബിലേക്ക് നമ്മൾ കന്നുകാലിയും പിടിച്ചുകൊണ്ട് ചെല്ലുന്നതായി കളിയാക്കിക്കൊണ്ട് നമ്മൾ ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിച്ചപ്പോൾ കാർട്ടൂൺ ഇറക്കി കളിയാക്കിയ രാജ്യമാണ് ബ്രിട്ടൻ. അപ്പോൾ അവർക്ക് ഇപ്പോൾ നമ്മൾ ട്രോളാവുന്നത്രയും ട്രോളണം. കാരണം അത് നമ്മുടെ ഒരു മധുര പ്രതികാരമാണ്. പക്ഷേ എന്തൊക്കെയാണേലും ഈ കൊച്ചിയിൽ, തിരുവനന്തപുരത്ത് ബ്രഹ്മോസിൻ്റെ ഒരു വലിയ പ്രശ്നം, അത് വികസിപ്പിക്കാനുള്ള സ്ഥലമില്ല. ബ്രഹ്മോസ് നമ്മൾ ഈ പറഞ്ഞ പോലെ F-35 വിമാനത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അഭിമാനത്തോടെ ബ്രഹ്മോസിനെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. പക്ഷെ ബ്രഹ്മോസിൻ്റെ പ്രതിസന്ധിയിലൊന്ന് സ്ഥലം കിട്ടുക എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ ആലോചിച്ചു, നെട്ടുകാൽ തേരിയിലെ സ്ഥലം ഇതിനു വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു ഏതാണ്ട് ഒരു 186 ഏക്കർ, ചാക്കയിലെ സ്ഥലം ഉൾപ്പെടെ എല്ലാം ഒരു 186 ഏക്കർ. ഇപ്പോൾ റൺവേയുടെ വികസനം, തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ റൺവേയുടെ വികസനത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ചാക്കയിലെ സ്ഥലം വേണം, നെട്ടുകാൽ തേരി വേണം, ഇതെല്ലാം കൂടെ ചേർത്ത്. നെട്ടുകാൽ തേരി ഇല്ല, ചാക്കയിൽ ഇപ്പോൾ ബ്രഹ്മോസ് ഇരിക്കുന്ന സ്ഥലം കൂടെ ഉൾപ്പെടുത്തി വികസിപ്പിക്കാം. അപ്പോൾ ബ്രഹ്മോസ് എന്ത് ചെയ്യും? ബ്രഹ്മോസ് നെട്ടുകാൽ തേരിയിലേക്ക് മാറ്റാം. നെട്ടുകാൽ തേരിയിൽ മാറ്റിയാൽ അവിടെ കൂടുതൽ സ്ഥലമുണ്ട്. അങ്ങനെ വന്നപ്പോൾ അതിനുള്ള നീക്കങ്ങളൊക്കെ സർക്കാർ നടത്തിയിരുന്നു, സംസ്ഥാന സർക്കാർ. ഇല്ലെങ്കിൽ കേന്ദ്രം പറയുന്നത് ഞങ്ങൾ ബ്രഹ്മോസ് കൊണ്ടുപോകും, കേരളത്തിൽ നിന്ന് കൊണ്ടുപോകും. കേരളത്തിൽ സ്ഥലമില്ല, വികസിപ്പിക്കാൻ സ്ഥലമില്ല. ആകെ ഒരു ഇടുങ്ങിയ സ്ഥലത്ത്, വളരെ പരിമിതമായ സ്ഥലത്തിരുന്ന് ബ്രഹ്മോസ് പദ്ധതിയുമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. അപ്പോൾ നെട്ടുകാൽ തേരിയിലെ ഈ സ്ഥലം കൊടുക്കാമെന്ന് വെച്ചപ്പോൾ ഹൈക്കോടതി ഒരു തടസ്സമായിട്ട് വന്നു. ഹൈക്കോടതി പറഞ്ഞു, നെട്ടുകാൽ തേരി കേരളത്തിലെ ഏക തുറന്ന ജയിലാണ്. ആളുകളെ പിടിച്ച് സെല്ലിലിടാതെ ജയിലിൽ പാർപ്പിക്കുന്ന, അത് അതീവ ഗുരുതരമല്ലാത്ത കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് ശിക്ഷിക്കപ്പെടുന്ന ആളുകളെ നല്ല സ്വഭാവമുള്ള,
പെട്ടുപോയി, ചില കേസുകളിൽ പെട്ടുപോയി. അങ്ങനെയുള്ള ആളുകളെ കുറച്ചുകൂടെ നല്ല കൂടുതൽ മനുഷ്യത്വപരമായ സാഹചര്യങ്ങളിൽ, മാനവികമായ സാഹചര്യങ്ങളിൽ പാർപ്പിക്കുന്ന ജയിലാണ് നെട്ടുകാലത്തേരി. അതുകൊണ്ട് ജയിലിൻ്റെ സ്ഥലമൊന്നും മറ്റാവശ്യത്തിന് വിനിയോഗിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. അപ്പോൾ ബ്രഹ്മോസിൻ്റെ പ്രവർത്തനം പിന്നെയും പ്രതിസന്ധിയിലായി. അപ്പോൾ സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് ബ്രഹ്മോസിനെ കൊച്ചിയിലേക്ക് മാറ്റുക. കൊച്ചിയിൽ സ്ഥലമുണ്ട്, കളമശ്ശേരിയിൽ HMDയുടെ ഭൂമി കിടപ്പുണ്ട്. HMD ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് എന്ന് പറയുന്ന കമ്പനി ഒരു കാലത്ത് വലിയ വിഖ്യാതമായ കമ്പനികളായിരുന്നു. വാച്ചുകൾ, പ്രിൻറ്റിങ് മെഷീനുകൾ, വലിയ യന്ത്രസാമഗ്രികളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരുന്ന ആ കമ്പനി UPA ഭരണകാലത്ത്, കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് മുടിഞ്ഞ് ഒന്നുമല്ലാണ്ടായി മാറി. ആ സ്ഥലം അങ്ങനെ കിടക്കുകയാണ്. വിശാലമായ സ്ഥലമുണ്ട്, ഒരുപാട് സ്ഥലമുണ്ട് പലയിടത്ത്. പണ്ട് HMDയുടെ ഈ കയ്യിലുള്ള പ്രദേശത്ത് വലിയ കാടുണ്ട്. ആ കാട്ടിൽ പുലിയെ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ വെള്ളപ്പൊക്കത്തിന് പുഴയിലൂടെ തടിക്കട്ടകൾ ഒഴുകി വരും, അതിൽ പുലി കയറിയിരിക്കും, ഒഴുകി പോകുന്ന പുലി. എന്നിട്ട് ഇവിടെ വന്ന് എടുക്കുമ്പോൾ അവൻ ആ കാട്ടിൽ പുലി ഉണ്ടായിരുന്നു. ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊച്ചിയിൽ പത്രപ്രവർത്തനമായിട്ട് എത്തിയിട്ട് ഇപ്പോൾ 25-26 വർഷം കഴിഞ്ഞു. ആ സമയത്ത് എൻ്റെ തുടക്കകാലത്ത് കൊച്ചിയിലെത്തുന്ന സമയത്ത് 20-25 വർഷങ്ങൾക്ക് അപ്പുറം കൊച്ചിയിലെ HMD അന്ന് ഭീകരമായ കാടായിരുന്നു. ആ കാട്ടുപ്രദേശത്ത് പുലിയെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വലിയ ഒരു വാസ്റ്റ് ഏരിയ HMDക്കുണ്ട്. ആ HMDയുടെ കുറേ സ്ഥലം, HMDയുടെ ഭൂമി ഒരു വലിയ വിവാദമായിരുന്നു. HMD എന്ത് ചെയ്തു? അവർക്ക് സംസ്ഥാന സർക്കാർ ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന് വിട്ടുകൊടുത്ത ഭൂമി, 100 കണക്കിന് ഏക്കർ ഭൂമി വിട്ട് അതിൽ 70 ഏക്കർ സ്ഥലം HMD വിറ്റു. സൈബർ സിറ്റി എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് വരാൻ, ഈ സ്മാർട്ട് സിറ്റിക്ക് സമാന്തരമായിട്ട് സൈബർ സിറ്റി എന്നൊരു പ്രൊജക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. അങ്ങനെ അത് കൊടുക്കുന്നു. അങ്ങനെ സംസ്ഥാന സർക്കാർ കേസിന് പോയി. കാരണം കേന്ദ്ര സർക്കാർ സ്ഥാപനമായ HMDക്ക് കേരള സർക്കാർ ഫ്രീ ആയിട്ട് കൊടുത്ത സ്ഥലം വിൽക്കാൻ HMDക്ക് അധികാരമില്ല എന്നും പറഞ്ഞ് സംസ്ഥാന സർക്കാർ ഈ വിൽപ്പന റദ്ദാക്കാൻ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി കേസ് നടന്ന് അവസാനം സർക്കാർ തോറ്റു. കാരണം ഒരാൾക്ക് സ്വത്ത് കൈമാറിക്കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം പൂർണ്ണമായും ആർക്കാണോ പ്രോപ്പർട്ടിയുള്ള അവർക്കാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ പണ്ട് എൻ്റേതായിരുന്നു എന്ന് പറഞ്ഞ് തഴമ്പ് കാണിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞത് റദ്ദാക്കി. പക്ഷേ ഈ നിർദ്ദിഷ്ട സൈബർ സിറ്റി പ്രൊജക്റ്റ് പിന്നീട് മുന്നോട്ട് പോയില്ല. അതൊരു ബോംബെയിലൊരു വലിയ കമ്പനിയായിരുന്നു, അത് റിയൽ എസ്റ്റേറ്റ് ഒക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്നു. എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്ത് ജോൺ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം മുംബൈയിൽ ബിസിനസ്സുകാരൻ, അദ്ദേഹത്തിന് ആശുപത്രിയൊക്കെ ഉണ്ട് മുംബൈ, ഹോസ്പിറ്റലൊക്കെ നടത്തുന്ന ആളാണ്. അദ്ദേഹമായിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ പവർ ഓഫ് അറ്റർണറി. ഒരു കമ്പനിയാണ് SDIL എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പേരിലാണ് പവർ ഓഫ് അറ്റർണറി. അപ്പോൾ ജോണേട്ടൻ്റെ പേരിലായിരുന്നു. പിന്നീട് ഈ കമ്പനിക്ക് ചില ക്രൈസിസ് ഒക്കെ ഉണ്ടാവുകയും പിന്നീട് പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാനും കഴിഞ്ഞില്ല. ആ 70 ഏക്കർ കഴിഞ്ഞാലും പിന്നെയും ഒരുപാട് ഏക്കർ ഭൂമി HMD കിടപ്പുണ്ട്. നമ്മുടെ ഈ സമീപകാലത്ത് മമ്മൂട്ടി നായകനായിട്ട് അഭിനയിച്ച ഒരു സിനിമയുണ്ടല്ലോ, സമീപകാലത്തല്ല 4-5 വർഷം മുമ്പ്, മാമാങ്കം, വേണു കുന്നപ്പള്ളി നിർമ്മിച്ച മാമാങ്കം സിനിമയിലെ കാടാണ് അത്. HMD കളമശ്ശേരി HMDയിലാണ് ഷൂട്ട് ചെയ്തത്. കുറച്ച് ഭാഗം കണ്ണൂർ വനത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും മറ്റ് ഈ മമ്മൂട്ടിയായിട്ടുള്ള ചില ഫൈറ്റ് സീനൊക്കെ ചിത്രീകരിച്ച് HMDയിലെ കാട്ടിൽ വെച്ചാണ് ഞാൻ ആ ഷൂട്ടിങ് കണ്ടിട്ടുണ്ട്. അപ്പോൾ HMDയിലെ ഒരുപാട് സ്ഥലം വെറുതെ തരിശായി കാടായ കിടപ്പുണ്ട്. അവിടേക്ക് ബ്രഹ്മോസിനെ കൊണ്ടുവരാനുള്ള ഒരു പ്രപ്പോസൽ ഇപ്പോൾ ഉണ്ട്. മന്ത്രി രാജീവ് ഇടയ്ക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ബ്രഹ്മോസിന് ഈ പറഞ്ഞ പോലെ ഭൂമിയുടെ ഒരു ക്രൈസിസ് ഉണ്ട്, ബ്രഹ്മോസ് കൊച്ചിയിലേക്ക് മാറ്റാനുള്ള ആലോചന നടക്കുന്നെന്ന് വ്യവസായ മന്ത്രി രാജീവ് പറഞ്ഞു. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാര്യം, രാജീവിനെ സംബന്ധിച്ച് രാജീവിൻ്റെ മണ്ഡലമായ കളമശ്ശേരി മണ്ഡലത്തിൽ വരും ഈ HMDയുടെ പ്രോപ്പർട്ടി. ഇപ്പോൾ രാജീവിനെ സംബന്ധിച്ച് കളമശ്ശേരി മണ്ഡലത്തിൽ വളരെ പ്രധാനപ്പെട്ട HMD ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം. HMD ക്ഷയിച്ചറിയാമല്ലോ നമുക്ക്. ഒരു കാലത്ത് HMDയുടെ ഒരു വാച്ചൊക്കെ കിട്ടാൻ ഭയങ്കര, ഞാൻ ഓർക്കുന്നുണ്ട്, HMD പണ്ട് ഒരു വാച്ച് ഇറക്കി, ഈ സ്ക്വയർ ടൈപ്പ് ഒരു വാച്ച്, സ്ക്വയർ ടൈപ്പിൽ എല്ലാം വട്ടത്തിലായിരുന്നു. ആ വാച്ച് കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ല. പിന്നീട് എപ്പോഴോ ഞാൻ ആഗ്രഹിച്ച സമയത്ത് കുറേ കാലം കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നിട്ട് ഒരു വാച്ച് എനിക്ക് കൊണ്ടുതന്നു. അച്ഛൻ പട്ടാളത്തിലായിരുന്നുകൊണ്ട് മിലിറ്ററി ക്യാൻറ്റീനിൽ കിട്ടുമല്ലോ. അന്ന് നമുക്ക് പൈസയൊന്നുമില്ലല്ലോ വാങ്ങാൻ, നമുക്ക് കുട്ടികൾക്ക് എവിടെയാണ് പൈസ. അങ്ങനെ അച്ഛൻ 1-2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ വാച്ച് ഇറങ്ങിക്കഴിഞ്ഞ് എനിക്കൊരു ചതുരത്തിലുള്ള വാച്ച് കൊണ്ടിരുന്നത്. ഇപ്പോൾ കേൾക്കുമ്പോൾ ആളുകൾക്ക് അത്ഭുതമാണ്, ചതുരത്തിലുള്ള സ്ക്വയർ ടൈപ്പ് വാച്ച് കിട്ടാൻ വേണ്ടി കാത്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ HMD അങ്ങ് ക്ഷയിച്ചു. പിന്നെ കളമശ്ശേരിയിൽ ഈ പറയുന്ന പോലെ വലിയ വ്യവസായ സംരംഭങ്ങളൊന്നും വേറെയില്ല. കളമശ്ശേരി മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ബിനാനി സിംഗ് ഉൾപ്പെടെ വ്യവസായശാലകളൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ എല്ലാം വല്ലാത്ത ക്ഷീണാവസ്ഥയിലും വ്യവസായ മേഖല ആകെ
തകർന്നു ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വലിയ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം എന്ന് മാത്രമല്ല രാജ്യത്തിൻ്റെ അഭിമാനം, ലോകം തന്നെ ഏറ്റവും കൂടുതൽ കാക്ഷിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ. അതിൻ്റെ ഒരു യൂണിറ്റ് അത് ബ്രഹ്മോസ് എയ്റോസ്പേസ് ലിമിറ്റഡ് കളമശ്ശേരിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വലിയ അഭിമാനകരമാണ്. അപ്പോൾ അങ്ങനെ അത് മാറ്റാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. പക്ഷേ തിരുവനന്തപുരത്തുള്ള ആളുകൾ പ്രാദേശികമായി ഇപ്പോൾ തന്നെ എതിർപ്പുമായിട്ട് വന്നിട്ടുണ്ട്. തിരുവനന്തപുരമാണ് ഇതിന് പറ്റിയത്. അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഈ തിരുവനന്തപുരത്ത് ഇത് മാറ്റിക്കഴിഞ്ഞാൽ ചാക്കയിൽ ബ്രഹ്മോസ് ഇരിക്കുന്ന ഭൂമി എയർപോർട്ടിൻ്റെ വികസനത്തിന് വിട്ടുകൊടുക്കാൻ പറ്റും, റൺവേ വികസിപ്പിക്കാൻ പറ്റും. അപ്പം തിരുവനന്തപുരംകാർക്ക് അവരുടെ വികസനത്തിന് വലിയ തടസ്സമൊന്നും ഉണ്ടാകുന്നില്ല. കാരണം ട്രിവാൻഡ്രത്തെ റൺവേ വികസിച്ചാൽ വിമാനത്താവളത്തിൽ കൂടുതൽ സാധ്യതകളുണ്ടാവും. അപ്പോൾ ബ്രഹ്മോസ് അവിടുന്ന് മാറിപ്പോയാലേ ആ ചാക്കയിലെ സ്ഥലം കൂടെ എടുത്താലേ ഈ പറയുന്ന പോലെ റൺവേയുടെ വികസനം നടക്കുകയുള്ളൂ. റൺവേ വികസനവും തിരുവനന്തപുരംകാർക്ക് ആവശ്യമാണ്. വേറെ ഭൂമിയില്ല. നെട്ടുകാൽത്തേരിയിലെ ഭൂമി എടുക്കാനായിട്ട് ഹൈക്കോടതിയുടെ വിലക്കുണ്ട്. അപ്പം വേറെ ആകെയുള്ള ഓപ്ഷൻ അല്ല. പിന്നെ സ്ഥലം എടുക്കുന്നില്ലാണെങ്കിൽ കേരളത്തിന് ബ്രഹ്മോസ് നഷ്ടപ്പെടും. അപ്പോൾ സ്വാഭാവികമായും ആ ബ്രഹ്മോസിനെ നിലനിർത്താൻ, കേരളത്തിൽ തന്നെ നിലനിർത്താൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് കൊച്ചിയിലേക്ക് മാറ്റുക എന്നുള്ളത് വലിയ മാറ്റമായിരിക്കും. അപ്പോൾ ഏതായാലും മന്ത്രി രാജീവ് അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ പ്രേക്ഷകർ പണം കണ്ട കാര്യമില്ല. തിരുവനന്തപുരത്ത് റൺവേ വികസനം അടക്കമുള്ള കാര്യങ്ങളടക്കം കൊച്ചിയിലേക്ക് ഇത് മാറും എന്ന് പറയുന്നു. പക്ഷേ ഈ വ്യവസായ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് പറയുന്നത് അങ്ങനെ പ്രപ്പോസൽ ഇല്ല, തീരുമാനം എടുത്തിട്ടില്ല. ഒരു ഫയൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫയൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കൈമാറുകയാണ്, മുഖ്യമന്ത്രിയാണ് തീരുമാനം എടുക്കുന്നതെന്നൊക്കെ പറയും. പക്ഷേ ഇത് നമ്മൾ ആലോചിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ബ്രഹ്മോസ് കൊച്ചിയിലേക്ക് വന്നാൽ കൊച്ചിയുടെ ഈ ക്രെഡിറ്റിൽ, കൊച്ചിയുടെ വാലറ്റിൽ ഒരു പ്രധാനപ്പെട്ട സംരംഭം വരും. നേരത്തെ നമ്മൾ പറഞ്ഞു NIA ആസ്ഥാനം കൊച്ചിയിലാണ് അല്ലേ, കളമശ്ശേരിയിലാണ്. NIA ഒരു ബഹുനില മന്ദിരമൊക്കെ ഉണ്ടാക്കി. NIAയുടെ ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഓഫീസുകളിലൊന്ന് കൊച്ചിയിൽ വന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ISRO, NAD, ഷിപ്പ്യാർഡ്, ദുബായ് വേൾഡിൻ്റെ പോർട്ട് പ്രൊജക്റ്റ്, ഇങ്ങനെല്ലാം കൂടെ വന്ന് കൊച്ചി കുറേ കൂടി ആകർഷകമായ ഒരു ഡെസ്റ്റിനേഷനായിട്ട് മാറുകയാണ്. ഏറ്റവും വലിയ വ്യവസായ സംരംഭങ്ങളെല്ലാം കൊച്ചിയിലേക്ക് വരുന്നു. കൊച്ചിയുടെ ജാതകം മാറ്റിമറിക്കുന്ന ഒന്നായിരിക്കും ബ്രഹ്മോസ് എയ്റോസ്പേസ് കൊച്ചിയിലേക്ക് വന്നത്. അപ്പോൾ കൊച്ചിയിൽ ബ്രഹ്മോസ് വരുന്നു. കൊച്ചിയിൽ വന്ന് വീഴുകയല്ല, കൊച്ചിയിൽ വന്നിരിക്കാൻ പോവുകയാണ് ബ്രഹ്മോസ്. മന്ത്രി രാജീവിനും വ്യക്തിപരമായി അഭിമാനിക്കാവുന്ന ഒരു നേട്ടമായിരിക്കും. അപ്പോൾ ഏതായാലും ബ്രഹ്മോസ് കൊച്ചിയിൽ വരട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. പക്ഷേ തിരുവനന്തപുരംകാർ പണങ്ങരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.